കൊച്ചി തന്നെ കരച്ചിലായിരുന്നു ഇത്രയും നേരം. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, കുറേ നേരമായിട്ട് കരച്ചിലായിരുന്നു. ഇപ്പോഴാ ഒന്ന് നിർത്തി. എന്തോരം നടന്നറിയാൻ ഇവനെ കൊണ്ട്. എങ്ങനെ കുഞ്ഞ് കരച്ചിൽ നിർത്തും? അതിന് വിശപ്പ് മാറി കാണില്ല, അതായിരിക്കും കിടന്ന് കരയുന്നേ. പറയാൻ അറിയത്തില്ലല്ലോ. അമ്മ ഞാൻ അവന് നല്ലോണം പാല് കൊടുത്തതാ, നല്ലോണം വിശപ്പ് മാറി കിടന്ന് ഉറങ്ങിയതുമാണ്. പിന്നെ എന്തോ ഞെട്ടി എണീറ്റ്, എന്തോ ഈ സ്വപ്നം കണ്ടതായിരിക്കും. പിന്നെ ഞെട്ടി അങ്ങ് കരയുമല്ലേ കുഞ്ഞ്. ആ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടാലറിയാം അത് വയറ് വിശന്നിട്ടാ കരയുന്നതെന്ന്. എൻ്റെ കൊച്ചെ അതിന് 4 മാസമായിട്ടുള്ളൂ. അതിന് പറയാമല്ലോ ആയോ അമ്മ എനിക്ക് വിശക്കുന്നു, ഈ പാല് മാത്രം തന്നാൽ പോരാ, ഇച്ചിരി കുറുക്ക എന്തെങ്കിലും താന്നാ. അതിന് പറയാൻ അറിയുമോ? പാലും കുടിച്ച് ഇങ്ങനെ കിടക്കുക. ഈ വെള്ളം പോലുള്ള പാല് കുടിച്ചിട്ട് എന്നാ കിട്ടാൻ അതിന്? അതിന് വിശന്ന് കിടക്കും. അതിന് കരയാൻ മാത്രം അറിയാവുന്നതുകൊണ്ട് അതിങ്ങനെ കരഞ്ഞ് കാണിക്കുന്നു. നമ്മൾ ബോധമുള്ളവരല്ലേ അത് മനസ്സിലാക്കി ചെയ്യേണ്ടത്. ഈ ഞാൻ നിന്നോട് എത്ര പറയുന്നത്, നീ പറഞ്ഞതിന് വല്ല ബോധവും വേണ്ടേ? ഈ പെറ്റ വയറിലാണ് ഈ സ്വന്തം കുഞ്ഞുങ്ങൾ കരയുമ്പോൾ വിഷമം തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വിശപ്പ് മാറ്റണം എന്നൊരു തോന്നൽ വരത്തുള്ളൂ. നീ ഇത് എന്നാ ജന്മമാണെന്ന് എനിക്കറിയത്തില്ല. ഈ എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞതാണോ? അമ്മ എന്താ അമ്മ ഇങ്ങനെ ഒരുമാതിരി ആക്കി സംസാരിക്കണേ? അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം വിശന്നിരുത്തണമുള്ള അമ്മയുടെ സംസാരം കേട്ടാ. 4 മാസം പ്രായമായവന് എൻ്റെ കൊച്ചിന് വിശപ്പ് മാറാനുള്ള മുലപ്പാൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് കൂടുതൽ ഈ കട്ടിയാഹാരം കൊടുക്കുക അമ്മ പറയുന്ന കൂട്ടാ, അതൊന്നും നല്ലതല്ല. അവനിപ്പോൾ കൊടുക്കേണ്ട പ്രായമായാലും ഒരു 6 മാസമൊക്കെ ആയിട്ട് മതി അത്. എടി വേണ്ട, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഞാനും 3 പെറ്റതാ. നിന്നെയും നിൻ്റെ ചേച്ചിയെയും നിൻ്റെ അനിയനെയൊക്കെ ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി ഇതുപോലെ നിവർന്ന് വർത്താനം പറയാനിടയാക്കിയതൊക്കെ. അല്ലേ നിങ്ങൾക്ക് പാല് തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറുക്ക് തന്നിട്ടുണ്ട്. 3 മാസം തൊട്ട് ഞാൻ കുറുക്ക് തരാൻ തുടങ്ങിയ. അതുകൊണ്ടാണ് ഈ ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്. എടി കൊച്ചുങ്ങൾക്ക് തൂക്കം കിട്ടണമെങ്കിൽ കുറുക്കൊക്കെ കൊടുക്കണം. ഇതൊക്കെ നിന്നോട് ഞാൻ എത്ര കാലമായി, 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയ. നിനക്ക് ഞാൻ പറയുന്ന വല്ല പട്ടി വിലയാണല്ലോ. ഒരു 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 എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കരച്ചിൽ കണ്ടെങ്കിലും അതിന് അതിൻ്റെ വിശപ്പ് മാറ്റാൻ നിനക്ക് തോന്നത്തില്ലേ? എന്നിട്ട് അവള് വലിയ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. എന്നെ പഠിപ്പിക്കാൻ മാത്രം, എൻ്റെ നാക്കടയ്ക്കാൻ മാത്രം നിനക്കറിയാം. എനിക്ക് നല്ലോണം അറിയാം. ഞാൻ കുറേ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. എങ്ങനെ നോക്കണം നോക്കണ്ട എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. എന്ത് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ അവള് പഠിപ്പിക്കാൻ വന്നേക്കുന്നു. അമ്മയോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അമ്മ ഇതെന്ത് ചെയ്യണേ? നിനക്കത് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ ഇച്ചിരി കണ്ണങ്കായ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണക്കുക. അതെന്തിനിപ്പോൾ ഉണക്കുന്നേ? കൊച്ചിന് കൊടുക്കാനല്ലാണ്ട് പിന്നെ എന്തിനാ ഈ കണ്ണങ്കായ ഇപ്പം ഞാനിട്ട് ഉണക്കണത്? നിനക്കത് മനസ്സിലായില്ലേ? അവൾ ചോദ്യം കൊണ്ട് വന്നേക്കുന്നു. എൻ്റെ പൊന്നു കൊച്ചേ, കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇച്ചിരി റാഗി കണ്ണങ്കായൊക്കെ പൊടിച്ചത് കുറുക്കി കൊടുത്താൽ നല്ല തൂക്കമുണ്ടാവും. നമ്മുടെ കുഞ്ഞ് പാറ്റ പോലെ ഇരിക്കുക. അതിനൊരു ഇച്ചിരി ആരോഗ്യം വേണ്ടേ? അതിന് വേണ്ടിയാണ് അമ്മ ഇത് ഉണ്ടാക്കുന്നത്. അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ ഇതൊന്നും അവന് കൊടുക്കാൻ പറ്റില്ല. അവനിപ്പോൾ 4 മാസമായിട്ടുള്ളൂ. ഒരു 6 മാസത്തിന് ശേഷം അവന് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതിന് മുന്നേ ഇത് കൊടുക്കാൻ പാടില്ല. അവന് മുലപ്പാൽ തന്നെ ഇപ്പം നല്ലത്. ഡോക്ടറും പറഞ്ഞതാ. ഒരു ഡോക്ടർ, എനിക്ക് തോന്നുന്നത് ആ ഡോക്ടർക്ക് ഒരു ബോധവും വിവരമില്ലാത്ത തോന്നുന്നത്. അല്ലെങ്കിൽ ഈ കൊച്ചുങ്ങൾക്ക് കുറുക്ക് കൊടുക്കണം എന്നൊക്കെ പറയൂ. പാല് മാത്രം കുടിച്ച് എന്നാ ആവാനാന്നേ കുഞ്ഞുങ്ങൾക്ക്? എടി ഞങ്ങളൊക്കെ എന്തോരം പിള്ളേരെ കണ്ടിട്ടുള്ളയാ. അതുങ്ങളെയൊക്കെ കണ്ട് ഈ പണ്ട് തൊട്ടുള്ള ആൾക്കാർ പറയും ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ പാലിൻ്റെ കൂടെ കുറുക്ക് കൊടുത്താൽ കൊച്ചുങ്ങൾ വണ്ണം വയ്ക്കും. അങ്ങനെയാ വേണ്ടേ? എൻ്റെ അമ്മ പണ്ട് തൊട്ടേ കുറേ ആൾക്കാരുണ്ടാക്കി വെച്ചേക്കണ പൊട്ടത്തരങ്ങൾ അമ്മ ഇപ്പോൾ വിളിച്ചു പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അമ്മേ അങ്ങനെയൊന്നും ഇല്ല. ഒരു കുഞ്ഞിന് നല്ലത് മുലപ്പാൽ തന്നെയാണ്. മുലപ്പാൽ ഇല്ലെങ്കിൽ ഈ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കണേനൊന്നും തെറ്റില്ല. പക്ഷേ ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്, പാലല്ലേ നല്ലത്. ഞാൻ നിൻ്റെ അത്ര ലോകം കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ അത്ര ലോക വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും എനിക്കില്ല. പക്ഷേ കുറേ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ വളർത്തുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് 3 പിള്ളേരെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ അറിയാവുന്ന ഒരു അറിവ് വെച്ച് ഞാൻ പറയുക, ഈ വെള്ളം പോലത്തെ പാല് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കട്ടിയാഹാരം കൊടുക്കണം, എന്നാലേ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. അല്ലാണ്ട് നിൻ്റെ ഈ വാശി വെച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പിടിവാശിയും കാണിച്ച് സ്വന്തം കുഞ്ഞിനെ പട്ടിണി കിടുന്ന ഒരു തളയെ ഞാൻ ആദ്യമായിട്ട് കാണുക. വേന കേട്ടവള്. അമ്മ ഇതെന്താ? എന്താ നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ കുഞ്ഞിന് കുറുക്ക് കൊടുക്കുമായിരുന്നു. സുഖമായിട്ടതേ കുറുക്കും കുടിച്ചു ഉറങ്ങുകയും ചെയ്തു. അമ്മ ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ ഇതങ്ങനെ ചെയ്യരുതെന്ന്. അമ്മ കുഞ്ഞിന് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായില്ല. അമ്മ ഇത് ആരോട് ചോദിച്ചിട്ട് ചെയ്തേ? ഞാനിപ്പോൾ ആരോട് ചോദിക്കാനാ? എൻ്റെ പേരക്കുട്ടിക്ക് കുറുക്ക് കൊടുക്കണ കാര്യമൊക്കെ ഞാൻ കുറേ ചോദിച്ചു.
ചോദിച്ചതൊക്കെ എനിക്ക് മതിയായി. ഒരു കുഞ്ഞിനോട് സ്വന്തം തള്ളക്കില്ലാത്ത സ്നേഹം അമ്മമ്മയ്ക്ക് ഉണ്ടാവണം. ഇതിങ്ങനെ വിശന്ന് കിടന്ന് കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കൊടുത്ത കൊച്ചു സുഖമായിട്ട് എന്നെ ശ്രുതിലാണ് മേടിച്ച് കുടിച്ചതെന്നറിയോ. അത് ഇങ്ങനെ വേഗം വേഗം കുടിക്കുമായിരുന്നു. അത് അതിന് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു അത് കുടിക്കുന്ന കാണുമ്പോൾ. ഞാൻ വിചാരിച്ച കുറുക്ക് കഴിക്കത്തില്ലെന്ന, പക്ഷെ അതിങ്ങനെ ഇങ്ങനെ മേടിച്ച് കുടിക്കുമായിരുന്നു. എനിക്ക് വിഷമായിപ്പോയി. മൊത്തം കുടിച്ചു കുഞ്ഞ്. ആ സുഖമായിട്ട് ഉറങ്ങുന്ന കണ്ടോ. കിടന്ന് ഉറങ്ങട്ടെ. നീ വലിയ വർത്താനം പറയാൻ എന്നടുത്തേക്ക് വരണ്ട. ഇത്ര നാൾ പാലിൻ്റെ രുചി മാത്രമുള്ള കുഞ്ഞിൻ്റെ വായിൽ ഇത് കിട്ടിയപ്പോൾ അത് ആവേശം കൊണ്ട് കുടിച്ചായിരിക്കും. വേറൊരു രുചി കിട്ടിയോണ്ട് എന്നും പറഞ്ഞ് ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ അമ്മ ഇത് അമ്മയ്ക്ക് മനസ്സിലായില്ലല്ലോ. നീ ഒന്ന് പോയടി എടുത്തിട്ട് അവളെ വർത്താനം കേട്ടില്ലേ. ഏതോ ഒരു ഡോക്ടർ എന്തോ പറയുന്നത് വിചാരിച്ച് അവളെ തലയിൽ കയറ്റി വെച്ചോണ്ടിരിക്കുക. എടി നിനക്കൊരു ബോധം വേണ്ടേ? പലരും പറഞ്ഞിരിക്കും. ഡോക്ടർമാർ അവരുടെ കാര്യം വെച്ചിട്ട് പലതും പറയും എന്ന് പറഞ്ഞിട്ട് നീ അതിനൊക്കെ തുള്ളാൻ നിൽക്കുക. സ്വന്തം തള്ള പറഞ്ഞ അവൾ കേൾക്കത്തില്ല. ഏതോടെയായിട്ടിരിക്കണം ഡോക്ടർ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക അവള്. എനിക്ക് ഞാൻ പറഞ്ഞാണ്ടല്ലോ കൂടിപ്പോവും. ആ കൊച്ചു സുഖമായിട്ട് കുറുക്ക് കുടിച്ച് കിടന്നുറങ്ങട്ടെ. നീ ഒന്ന് മിണ്ടാതിരിക്കാത്ത ഉറങ്ങട്ടെ. വയറ് നിറഞ്ഞോണ്ട് അതെങ്ങനെയാണെന്ന് ഉറങ്ങുന്നത്. ഉറങ്ങട്ടെ. അമ്മേ അമ്മേ എന്നാടി എന്തു പറ്റി? ഇത് കണ്ടോ? ഛർദിച്ചിട്ടേക്കണ കണ്ടോ? അയ്യോ കുഞ്ഞ് കുറുക്ക് നല്ലോണം ഇഷ്ടത്തോടെ മേടിച്ച് കുടിച്ചാന്നല്ലോ. ഇതെന്നാ പറ്റി? അമ്മയോട് ഞാൻ എത്ര പറഞ്ഞ അവനിപ്പോൾ ഇത് കൊടുക്കണ്ടെന്ന്. അവന് പാലുണ്ടല്ലോ. ആ പാല് കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന കുഞ്ഞിൻ്റെ വായിലോട്ട് കുറുക്ക് വാരി ഒഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പുതിയൊരു രുചി കിട്ടിയപ്പോൾ അവൻ കഴിച്ചു. അത് സത്യം തരിക. ഇത് അന്ന് പറഞ്ഞാൽ അതിനത് ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ വിശന്നിരിക്കണോണ്ടോ ആയിരുന്നില്ല. അമ്മയുടെ ഓരോ കാണിച്ചു കൂടുതൽ ഛർദ്ദിച്ച് വെച്ചേക്കണ്. നീ ഒന്ന് കഴുകി ഒന്ന് ഉറക്കാൻ കിടത്തിയേക്കുക. എൻ്റെ അമ്മ ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ 180 ദിവസം, അതായത് ആദ്യത്തെ 6 മാസം മുലപ്പാൽ തന്നെയാണുള്ളത്. അതിൽ ഈ സോളിഡ് ഫുഡ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പണ്ട് തൊട്ടേ കുറേ ആൾക്കാരുണ്ടാക്കി വെച്ചേക്കുന്നത്. ആദ്യത്തെ 3 മാസം കഴിയുമ്പോഴേക്കും കുറുക്ക് കൊടുക്ക്, റാഗി കൊടുക്ക്, കായപ്പൊടി കൊടുക്ക്, തേങ്ങ. അമ്മ 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ പ്രോപ്പർ ആവുള്ളൂ. മുലപ്പാൽ കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും, ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ 6 മാസത്തിന് മുന്നേ ഈ സോളിഡ് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർക്ക് പാല് കുറവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവരായിരിക്കും. ഇനി അതുമല്ല വല്ല ജോലിയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ സോളിഡ് ഫുഡോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരും. അല്ലാത്ത പക്ഷേ എനിക്ക് എന്നെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അത്രയും കൊടുക്കുകയല്ലേ നല്ലത്. അതല്ലേ ഏറ്റവും നല്ലത്. 6 മാസം വരെ ഞാൻ പാല് കൊടുക്കുന്നതിന് അമ്മയ്ക്ക് എന്താണ് വിരോധം? അമ്മ ഈ പണ്ട് തൊട്ടേ അമ്മ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത പണി ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞിന് ആവശ്യത്തിന് വയറ് നിറയാനുള്ള പാല് ഞാൻ കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അമ്മ ഇനി അതിൻ്റെ മുകളിൽ കൂടെ കയറി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. മര്യാദയ്ക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇനി മേലെ ചെയ്തേക്കരുത്. ഞാൻ കാണാണ്ട് കൂടെ കൊടുത്തേക്കുന്നു. പാവം അത് കൊടുത്ത് ഛർദ്ദിച്ച് കളഞ്ഞ്.